ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് പത്താൻകോട്ടാണ്. നമ്മൾ 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ വിചാരിച്ചാണ് വേണ്ടെന്ന് വെച്ചാണ്. ഇപ്പം അങ്ങ് വിചാരിച്ചു എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഈ കാണുന്ന SMLന്റെ ഈ കാണുന്ന സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കൂടാതെ വേറെ 2 വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ യൂട്യൂബ് പറഞ്ഞായിരുന്നു നമ്മൾ പത്താൻകോട്ട് പോകുന്നുണ്ട്. അത് ഇതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇതിൻ്റെ പേപ്പർ ശരിയാണെങ്കിൽ 7 തൊട്ട് 20 ദിവസം വരെ എടുക്കും. അപ്പോൾ അത്രയും ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗൈസ് അപ്പോൾ ഇവനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടാതെ വേറെ 2 വണ്ടിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡൽഹിയിൽ ഓൾറെഡി 2 വണ്ടി എടുത്തു. അതുകൂടാതെ 1 വണ്ടി കൂടെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സാധനം കൂടെ. അപ്പം ഇതിൻ്റെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയിൽ ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇപ്പോൾ അത് റിട്ടയർഡായി. അതിനെ ആർമി ഔട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സാധനം മേടിക്കുന്നത്. അപ്പം ഇവൻ ഇനി അടുത്ത നമ്മുടെ നെപ്പോളിയനായിട്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഓടും. അപ്പോൾ ഇവനെ നമ്മൾ കൊണ്ടുവരാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഷ്യ കണ്ട നമ്മുടെ ടെക്ട്ര, ഇവിടെ BML ആണ് ഇത് സാധനം പണിയുന്നത്. അപ്പം ഇത് കൂട്ട് ഒരെണ്ണം പിടിക്കണം. ഇത് എത്ര ടയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 ഒരു സൈഡിൽ, അങ്ങനെ 8 ടയർ. 8x8 ആണെന്ന് തോന്നുന്നല്ലേ തുമ്പി? 8x8 ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ വലിയ സെറ്റപ്പുള്ള സാധനം കേട്ടോ. വലിയ ക്യാബിനൊക്കെ ആയിട്ട് വലിയ സാധനമാണ്. പിന്നെ വേറെ ഒരെണ്ണത്തിന് കൂടെ പ്ലാൻ ഉണ്ട്, ഞാൻ വേറെ കാണിച്ചില്ല. പിന്നെ ഇതാണ് ലൈലാൻഡിൻ്റെ മറ്റേ സ്റ്റാലിൻ. പിന്നെ ഇതിലേതായാലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സംഭവങ്ങൾ. അല്ലടാ പിന്നെ അതെ, ഞാൻ ഇവരോട് സംസാരിക്കാണ്ട് വൃത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ചോദിക്കേ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്നത് നമ്മുടെ ടെക്ട്ര റഷ്യൻ, ഇതും റഷ്യൻ, ഇത് ഇന്ത്യൻ ലൈലാൻഡിൻ്റെ സാധനങ്ങൾ സംഭവങ്ങളൊക്കെ കേട്ടോ. ഗൈസ് നമ്മൾ പല വണ്ടികൾക്കും പിന്നെ ടയർ മേടിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ടയറിൽ അതിൻ്റെ പൈസ എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് ആർമി ട്രക്കിൽ അങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ മാക്സിമം പ്രൈസ് 15,560 രൂപ. 660 രൂപ. കമ്പനി ഏതാ? ബിർള ടയർ. ബിർളയൊക്കെ അസ്തമിച്ചു കേട്ടോ. ഇത് ബിർള ടയർ ആയിരുന്നു. ഇപ്പം ആർമി ട്രക്കുകൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ മിസ്റ്റർ സുഹൃത്തുക്കളെ?